ഹേ ബേബ്സ്, വെൽക്കം ബാക്ക്. ഈ ഒരു സീരീസ് ആയി കഴിഞ്ഞതിന് ശേഷം ചെയ്യാമെന്ന് കരുതിയതാണ്. ബട്ട് വീക്കിൽ ഒരു എപ്പിസോഡ് മാത്രമായിട്ട് ഇറങ്ങുന്ന ഈ ഒരു സീരീസ് ഇപ്പോൾ ചെയ്തു പോകാമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് പോകാമല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. ഐലോങ്നായിലെ സെയിം ക്യാരക്ടേഴ്സാണ് ഈ ഒരു സീരീസിൽ അഭിനയിക്കുന്നത്. സോ ഞാൻ മെയിനായിട്ട് ഈ ഒരു സീരീസ് ചെയ്യാനുള്ള കാരണം അതാണ്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഫസ്റ്റ് മെയിൻ ലീഡായിട്ടുള്ള ഗയ്യെ കാണിച്ചുകൊണ്ടാണ്. അവനാണെന്നുണ്ടെങ്കിൽ ഒരു അക്വാട്ടിക് ടണലിൽ നിൽക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഒരു മൈൻഡ് സ്റ്റോറി തന്നെ ഈ ഒരു സ്ഥലം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴൊക്കെ അപ്സെറ്റ് ആവുകയോ അല്ലെങ്കിൽ ആരുമായിട്ടെങ്കിലും പ്രോബ്ലം ഉണ്ടാവുകയോ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ സ്ഥിരം വരാനുള്ള സ്ഥലം ഇവിടെയാണ്. ഇവിടെ വരുമ്പോൾ എനിക്ക് കുറച്ച് സമാധാനം കിട്ടും. വേണമെങ്കിൽ ഒരു നേച്ചർ തെറാപ്പി എന്ന് പറയാം. പോട്ടെ, എന്നെ ഇതുവരെ ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. എൻ്റെ പേരും ഗൈ എന്നാണ്. ഞാനൊരു സോഷ്യൽ സയൻസ് സ്റ്റുഡൻ്റ് ആണ്. പക്ഷേ ഞാൻ ആരുമായിട്ട് അത്ര സോഷ്യലൈസ്ഡ് അല്ല. ഞാൻ ആരുമായിട്ട് സംസാരിക്കത്തുമില്ല. ആരും എന്നോട് വന്നൊന്നും സംസാരിക്കാറില്ല. ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആവുക എന്നുണ്ടെങ്കിൽ എനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ പോലും ഞാൻ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് വന്നൊരു പയ്യൻ എൻ്റെ അടുത്തൊന്ന് മിണ്ടുന്നത്. അവന് നോട്ട്സ് വേണമെന്ന് പറഞ്ഞ്. അവൻ്റെ പേര് വാലെന്നാണ്. ഫസ്റ്റ് ടൈമാണ് ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നത്. അന്ന് മുതൽ അവൻ എൻ്റെ ഫ്രണ്ടായി. അവൻ്റെ ഈ ഒരു ചെയർഫുൾ ആയിട്ടുള്ള സ്വഭാവം വെച്ച് അവന് ലൈൻ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് അവൻ എന്നെ മാത്രമാണ് കെയർ ചെയ്യുന്നതും ഹെൽപ്പ് ചെയ്യുന്നതെന്നും. ബട്ട് അവൻ അങ്ങനെയല്ല. എല്ലായിടത്തും നല്ല കമ്പനിയാണ്. ഒരു ദിവസം നമ്മുടെ ഗയ്യെ വെയിലിന്റെ മീനിങ് തിമിംഗലം എന്നല്ലേ. വാലും വെയിലും ഒരേപോലെ ആയതുകൊണ്ട് പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഒരു മീനുമായിട്ട് റൂഫ് ടോപ്പിൽ നിന്നിട്ട് അവൻ ചിന്തിക്കുകയാണ്, അവൻ ഇനി എന്റെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് തിങ്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴേ ഇവിടേക്ക് വാല് വരുന്നുണ്ട്. വാല് വന്ന പാടെ തന്നെ നീ എന്തോടെ ഒരുമാതിരി സിനിമയിലെ പോലെയൊക്കെ തനിച്ച് നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഇവിടെ വന്ന് നിന്നേന്നൊക്കെ പറയുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ എന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണ്. അതിന് ഇവനാന്നുണ്ടെങ്കിൽ എന്നെ ആരെയും വഴക്കൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കിങ്ങനെ ചുമ്മാ നിൽക്കണം തോന്നി, അതുകൊണ്ടാണ് വന്നതെന്നൊക്കെ പറയുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ പക്ഷേ എനിക്ക് എപ്പോഴും നിന്റെ സൈഡിൽ നിൽക്കുന്നേ ഇഷ്ടം. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ശരി തന്നെ ഫസ്റ്റ് ഞാൻ ചൂസ് ചെയ്യുന്നത് നിന്നെ മാത്രമായിരിക്കും എന്ന്. അതായത് ഇവന്റെ മൈൻഡിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഓടുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വാല് തിരഞ്ഞെടുത്ത അതേ ഫാക്കൽറ്റി തന്നെ നമ്മുടെ ഗൈയും തിരഞ്ഞെടുക്കുന്നതാണ്. ഇപ്പം ഞാൻ ഇവിടേക്ക് വന്നത് അപ്സെറ്റ് ആയിട്ടല്ല. ഇന്ന് വാലിന്റെ ബർത്ത്ഡേ ആണ്. സോ ഇന്ന് എന്റെ ഫീലിങ്സ് എനിക്ക് തുറന്നു പറയണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴേക്കും വാലിന്റെ അടുത്ത് നിന്ന് കോള് വരുന്നുണ്ട്. ബാലാന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിനുള്ളിൽ അവിടേക്ക് എത്താന്ന് പറഞ്ഞിട്ട് അമ്മ കൗണ്ട് ചെയ്ത് ഇവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. വന്ന പടം തന്നെ വേറൊരു പെണ്ണും വരുന്നുണ്ട്. ഈ ഒരു പെണ്ണിന്റെ പേര് നാമി എന്നാണ്. ഈ പെണ്ണ് അവിടേക്ക് വന്ന പടം തന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇത് ഗയ്യാന്നൊക്കെ പറഞ്ഞ് അത് നാമി ഒന്നും പറഞ്ഞോണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട, നമുക്ക് നടക്കാന്നൊക്കെ പറഞ്ഞ് നടക്കാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ഗൈ അവന്റെ ഫീലിങ്സ് തുറന്ന് പറയാൻ വേണ്ടിയിട്ട് വാളെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഈ പെണ്ണത് കണ്ടിട്ടാണോ എന്തോന്നൊന്നും അറിയത്തില്ല. അപ്പൊ തന്നെ അവളാന്നുണ്ടെങ്കിൽ ഐപാഡ് എടുത്തിട്ട് നമുക്ക് കപ്പിൾസ് ആവെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വാളിനെ കാണിക്കുന്നുണ്ട്. വാളിനാന്നുണ്ടെങ്കിൽ ഓൾറെഡി അവളെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അവനാന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് അവളെ പോയി ചെന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഗൈ എടുത്ത് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കാനും പറയുന്നുണ്ട്. നമ്മുടെ ഗൈയാന്നുണ്ടെങ്കിൽ ആകെപ്പാട് ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ വാലിന്റെ ബർത്ത്ഡേ അവസാനിച്ച ദിവസം എന്റെ ലവ് ഫെയിലായ ദിവസമാണ്. ഇനി എനിക്ക് എന്റെ ഫീലിങ്സ് തുറന്നു പറയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവനാന്നുണ്ടെങ്കിൽ ആ ഒരു മീനിന്റെ പേപ്പറില്ലേ അതാന്നുണ്ടെങ്കിൽ തുറന്നു നോക്കുന്നുണ്ട്. അതിനകത്താന്നുണ്ടെങ്കിൽ ഐ ലവ് യു എന്ന് എഴുതിയപ്പോണ്ട്. അപ്പൊ തന്നെ ആ ഒരു പേപ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ താഴത്തേക്കും പോകുന്നുണ്ട്. പിന്നെ പഴയതിനേക്കാളും കഷ്ടമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോവാണ് അവന്റെ ലൈഫ് എന്ന് പറയുന്നത്. അവൻ ആകെപ്പാട് അപ്സെറ്റ് ആവുകയും ഒറ്റപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവന്റെ ആ പഴയ ലൈഫ് അവന് ജീവിക്കാൻ വേണ്ടി തുടങ്ങാണ്. അങ്ങനെ അതിന്റെ ഇടയ്ക്ക് വെച്ചാണ് അവനാന്നുണ്ടെങ്കിൽ ഗെയിമിംഗ് വേൾഡിലേക്ക് പോകുന്നത്. അവിടെയുള്ള പീപ്പിൾസ് എന്നൊക്കെ പറയുന്നത് അവനെ കാണുന്നില്ലല്ലോ. പുറത്തുള്ള നോർമലായിട്ടുള്ള ആൾക്കാരെക്കാളും നല്ലത് ഗെയിമിലുള്ള ആൾക്കാരാന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അവന്റെ ചിന്ത പോലെ തന്നെ അത് ശരിയാണ്. അതിനകത്താന്നുണ്ടെങ്കിൽ അവന് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടുന്നുണ്ട്. നമ്മളിവിടുത്തെ ഒരുപാട് ഗെയിംസ് ഒക്കെ അല്ലേ പരസ്പരം സംസാരിച്ചുകൊണ്ടുള്ള ഗെയിംസ്, അതേമാതിരിയുള്ള ഗെയിമാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വെച്ചൊരു പെണ്ണ് യൂറിയെ തിരക്കുന്നുണ്ട്. യൂറിയാന്നുണ്ടെങ്കിൽ ഇന്ന് കളിക്കാൻ വരത്തില്ല, ബിസിയാന്നൊക്കെ ഉള്ള രീതിയിലാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. അന്നേരം വേറൊരു പെണ്ണാന്നുണ്ടെങ്കിൽ ഈ യൂറി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അവളാന്നുണ്ടെങ്കിൽ ഒരിക്കലും അവളുടെ വോയിസ് വന്നിട്ടില്ല. പകരം അവളാന്നുണ്ടെങ്കിൽ എപ്പോഴും ടെക്സ്റ്റ് ചെയ്യാറാ പതിവെന്നൊക്കെ പറയുമ്പോൾ വേറൊരു പയ്യനാന്നുണ്ടെങ്കിൽ നിന്റെ കുറ്റപ്പെടുത്തലും എല്ലാം പേടിച്ചിട്ടായിരിക്കും അവളാന്നുണ്ടെങ്കിൽ വോയിസ് കൊടുക്കാതെന്നൊക്കെ പറയാണ്. അങ്ങനെ ഫൈനലി എല്ലാവരും കൂടി തീരുമാനിക്കുകയാണ് പരസ്പരം മീറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നേരം നമ്മുടെ ഗൈക്കാന്നുണ്ടെങ്കിൽ ഒരുമാതിരിയാണ്. അവനാന്നുണ്ടെങ്കിൽ ഒരു ഇൻട്രോവേർട്ട് അല്ലേ. ബാക്കിയുള്ളവരാന്നുണ്ടെങ്കിൽ നമ്മുടെ യൂറിയായിട്ട് മീറ്റ് ചെയ്തിട്ട് സംസാരിച്ച എല്ലാം കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗൈയെ ഏൽപ്പിക്കുകയാണ്. ഗൈയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ക്ലോസ് യൂറി. അതുകൊണ്ട് തന്നെ എല്ലാം അവനെ ഏൽപ്പിക്കുകയാണ്. അവനാന്നുണ്ടെങ്കിൽ യൂറിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതേപോലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ കാര്യങ്ങൾ. ഇവിടെ ഒരു പെണ്ണാന്നുണ്ടെങ്കിൽ ഇവിടെ പേര് യൂറി എന്നാണ്. ഇവളാന്നുണ്ടെങ്കിൽ ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ബാറിൽ ഒരു പെണ്ണാന്നുണ്ടെങ്കിൽ വന്നിട്ട് യൂറി എപ്പം നോക്കിയാലും ഇങ്ങനെ ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണോ, VIP റൂമിൽ നിനക്ക് വേണ്ടി കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യാന്ന് പറയാണ്. അപ്പം തന്നെ അവളാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഈ പെണ്ണാന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. ഗെയിം മാത്രമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, ജോലിയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവളുടെ ജോലി എന്ന് പറഞ്ഞത് ഈ VIP റൂമിലേക്ക് വരുന്ന ആൾക്കാരെ എന്റർടൈൻമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവളവിടെ ചെന്നിട്ട് ഇവളുടെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു പയ്യനാന്നുണ്ടെങ്കിൽ ഇവളുടെ അടുത്ത് ഒരുപാട് മിസ്ബിഹേവ് ചെയ്യാണ്. അതായത് ഇവളുടെ അടുത്ത് പറയാണ്, യൂറി നിനക്കൊരു കാര്യം അറിയാവോ, ആൽക്കഹോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഹാം ചെയ്യും. ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മിൽക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ബ്രസ്റ്റിലേക്ക് ഒരുമാതിരി ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട്. അന്നേരം ഇവളാന്നുണ്ടെങ്കിൽ ഓക്കെ സാർ നിങ്ങൾക്കാന്നുണ്ടെങ്കിൽ ആൽക്കഹോൾ വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ പോയി ചെന്ന് കോളയോ സോഡയോ എന്താന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് വരാമെന്ന് പറയുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ
എനിക്കതൊന്നും വേണ്ട, എനിക്ക് മിൽക്ക് മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് പിന്നെയും ചാഞ്ഞ് കിടക്കുവാണ്. അന്നേരം ഇവളാന്നുണ്ടെങ്കിൽ സാർ ഇവിടെ അങ്ങനെ മിൽക്ക് ഒന്നും സപ്ലൈ ചെയ്യുന്നില്ല, പിന്നെ സാറിന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയി ചെന്ന് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകേണ്ടി വരുമ്പോഴത്തേക്കും ഈ ഒരു പയ്യനാന്നുണ്ടെങ്കിൽ ഈ യൂറി നീ എന്തിനെങ്ങനെ അഭിനയിക്കുന്നത്, നിനക്കൊന്നും മനസ്സിലാവാത്ത പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വിടുന്നില്ല, ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് നമ്മുടെ സെക്കൻഡ് മെയിൽ ലീഡ് എൻട്രി ആണ്. ഇവന്റെ പേര് ട്യൂ എന്നാണ്. ഇവൻ അവിടേക്ക് വന്ന പാടെ തന്നെ എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയാണ്. അപ്പോഴത്തേക്ക് ആ യൂറി എന്ന് പറയുന്ന പെണ്ണ് ട്യൂ എന്ന് വിളിച്ചുകൊണ്ട് അവന്റെ പുറയിലേക്ക് മാറി നിൽക്കുന്നുണ്ട്. ആ ഒരു പയ്യന്മാര് നീ ആ പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് പോകാനെന്നൊക്കെ പറയുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ ഞാനാണ് ഈ ഒരു ബാറിന്റെ മാനേജർ എന്നൊക്കെ പറയുമ്പോഴേ ഈ പയ്യന്മാരാന്നുണ്ടെങ്കിൽ ഓ അപ്പൊ പിന്നെ നീ ആണല്ലേ മാനേജർ, ഈ ഒരു പെണ്ണ് എന്താ ചെയ്തതെന്ന് അറിയാവോ, നിങ്ങൾ ഇവിടെ നിർത്തിയേക്കുന്നത് എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, പക്ഷെ ഞങ്ങളാന്നുണ്ടെങ്കിൽ കാശ് കടച്ചിട്ടുണ്ടായിരുന്നു, ഇവളാന്നുണ്ടെങ്കിൽ അതിനൊന്നും നിൽക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേ ഈ ഒരു യൂറിയാന്നുണ്ടെങ്കിൽ അവൻ എന്റെ ബ്രസ്റ്റ് പിടിച്ചെന്നൊക്കെ പറയാണ്. ഇതേക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഓക്കെ നീ പുറത്തേക്ക് പോയിക്കോ, ഇതെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇവന്മാരുടെ അടുത്ത് പറയാണ്. ഞങ്ങളുടെ എംപ്ലോയീസിന്റെ ജോലി എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്റർടൈൻമെന്റ് ചെയ്യുക, അത് മാത്രമല്ല നിങ്ങൾക്ക് വേണ്ട ആൽക്കഹോളൊക്കെ മിക്സ് ചെയ്ത് തരിക, കുറച്ചു നേരം നിങ്ങളോട് സംസാരിക്കുക, അത്രേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളൊന്നും ചെയ്തു തരാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോഴേ ഈ പയ്യനാണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഇതിനൊക്കെ പേ ചെയ്തില്ലേ എന്നൊക്കെ പറയുമ്പോഴേ ഇവനാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടുന്ന് പോകുന്നുണ്ടോ ഇല്ലയോ, ഈ ഒരു ബാർ എന്ന് പറയുന്നത് ഫുൾ ക്യാമറയാണ്, സോ ഞങ്ങൾ പോലീസിനെ വിളിച്ച് ഞങ്ങൾ എംപ്ലോയിയെ ഹറാസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയാലോ എന്നൊക്കെ ചോദിക്കുമ്പോഴേ ഇവന്മാരാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ട്. അന്നേരം നമ്മുടെ ഗൈക്കാന്നുണ്ടെങ്കിൽ യൂറിയുടെ അടുത്തുനിന്ന് മെസ്സേജ് വരുന്നുണ്ട്, ആ ഓക്കെ നീ പോകുന്നുണ്ടെങ്കിൽ ഞാനും കൂടെ വരാം, എന്നാ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേ ഇവനാണെന്നുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് ഡേറ്റും കാര്യങ്ങളൊന്നും അറിയത്തില്ല, പക്ഷെ അവർ പറഞ്ഞേക്കുന്നത് മീറ്റപ്പ് ചെയ്യണമെന്നാണ്, സോ അതെന്തായാലും നിന്നെ അറിയിക്കാന്നൊക്കെ പറയുമ്പോഴേ ഇവിടെ ഈ പെണ്ണാന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി വന്ന പടം തന്നെ നമ്മുടെ ട്യൂ എടുത്ത് താങ്ക്സ് പറയുന്നുണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്തതിന്, അതേപോലെ തന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ലീവ് വേണം, പക്ഷേ ഇത് ഏത് ദിവസം എനിക്ക് വേണ്ടുന്നതെന്നൊന്നും എന്നെ കൊണ്ട് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഓക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഗൈയാന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നീടുള്ള മറുപടി ഒന്നും യൂറിയുടെ അടുത്തുനിന്ന് കിട്ടാത്തതുകൊണ്ട് ഇവിടെ നമ്മുടെ ട്യൂ നിൽക്കുന്ന ടൈമിൽ അപ്രത്യക്ഷമായിട്ട് ഇവന്മാർ വന്നിട്ട് അടിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. അടിച്ചപാടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ബാറിനകത്താണെന്നുണ്ടെങ്കിൽ ക്യാമറ ഉണ്ടെന്ന്, ഇവിടെ പുറത്ത് ക്യാമറയൊന്നും ഇല്ലല്ലോ, എന്നാ പിന്നെ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഇവന്മാർ അടിക്കാൻ വേണ്ടി വന്നത് കാരണം നമ്മുടെ ട്യൂനാന്നുണ്ടെങ്കിൽ 2-3 അടി കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള അടി മൊത്തം ഇവന്മാർക്കാണ് കിട്ടുന്നത്, നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഗൈ ചിന്തിക്കുന്നത് കുറെ നേരമായാലും ഞാൻ മെസ്സേജ് അയച്ചിട്ട് എന്തുകൊണ്ടാണ് റിപ്ലൈ തരാൻ ഇത്രയധികം വൈകുന്നത്, ഇനിയിപ്പോൾ ചിലപ്പോൾ അവർക്ക് ഇതിൽ ഇൻട്രസ്റ്റ് കാണത്തില്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞില്ലേ, അതവർക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുകയാണ്, നീ വരുവാന്നുണ്ടെങ്കിൽ ഞാനും വരാന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും ആ യൂറി എന്ന് പറയുന്ന പെണ്ണ് നമ്മുടെ ട്യൂ ആണ്. അന്നേരം നമ്മുടെ ഗൈ ഹാപ്പി ആവുന്നുണ്ട്. ഞാൻ ചിന്തിച്ചത് നിനക്കിങ്ങനെ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് നീ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നതെന്ന്. അതിന് ഇവനാന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല, നീ പോകാന്നുണ്ടെങ്കിൽ ഞാനും കൂടെ വരാം, അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ പക്ഷേ ഞാനെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഇൻട്രോവേർട്ടാണ്, എനിക്കങ്ങനെ ആൾക്കാരോട്ട് സംസാരിക്കുന്നതൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് എൻ്റെ കാര്യം, ഞാനങ്ങനെ വലുതായിട്ട് ആൾക്കാരോട്ടൊന്നും സംസാരിക്കത്തില്ല എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഗൈയാന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ആദ്യമേ നമുക്ക് രണ്ടുപേർക്കും പരസ്പരം മീറ്റ് ചെയ്യാം, അതിനുശേഷം നമുക്ക് എല്ലാവരെയും പോയി ചെന്ന് മീറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ വരുമെന്ന്. ജൂന്റെ ശ്രദ്ധ ഫോണിലേക്ക് മാറുമ്പോഴേ വേറൊരുത്തനാന്നുണ്ടെങ്കിൽ കുപ്പിയൊക്കെ പൊട്ടിച്ചോണ്ട് ഇവനെ ഉപദ്രവിക്കാൻ വേണ്ടി വരുവാണ്. ഇവനാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ വേണ്ടുന്നത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് അവൻ്റെ കൈയൊന്നും മുറിയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഗൈയാന്നുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്ത് നിന്ന് മറുപടി കിട്ടാൻ ലേറ്റ് ആവുന്ന കാരണം എന്താ പിന്നെ ഓക്കെ കുഴപ്പമൊന്നുമില്ല, നീ വന്നില്ലേലും കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണ്, നീ ഏത് ദിവസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയാണ്. അങ്ങനെ നമ്മുടെ ഗൈയാന്നുണ്ടെങ്കിൽ ഹാപ്പി ആവുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ട്യൂ തുൾന്ന് പറയുന്ന ഒരാളെ വിളിച്ചിട്ട് നമ്മുടെ ബാറിന്റെ ഫ്രണ്ടിൽ കുറച്ച് സാധനങ്ങൾ കിടപ്പുണ്ട്, അതൊക്കെ വന്ന് പിക്ക് ചെയ്യാൻ പറയാണ്. അങ്ങനെ പരസ്പരം മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ ഡേ വരുവാണ്. നമ്മുടെ ഗൈയാന്നുണ്ടെങ്കിൽ ഒരുപാട് ഡ്രസ്സ് മാറി തിരിഞ്ഞിടുന്നുണ്ട്. ഇവിടെ നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കളർ ഷർട്ട് എടുത്തിടാൻ വേണ്ടി പോകണം. അവന്റെ ബോഡിയിൽ ഒരുപാട് വെട്ടും കുത്തും കൊണ്ട പാടുകളുണ്ട്, അതും പറഞ്ഞിട്ട് ബുള്ളറ്റിന്റെ പാടുണ്ട്. നമ്മുടെ ഗൈയാന്നുണ്ടെങ്കിൽ ട്യൂന് മെസ്സേജ് അയക്കുന്നുണ്ട്, നീ ഇപ്പൊ എന്തോ ചെയ്യാന്നൊക്കെ. ഇവനാന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഡ്രസ്സ് ചെയ്തോണ്ടിരിക്കുകയാണെന്ന് പറയണേ. ഇവനാന്നുണ്ടെങ്കിൽ അവന്റെ ഡ്രസ്സിന്റെ പിക്കൊക്കെ എടുത്തിട്ട് നമ്മുടെ ട്യൂന് ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്നെ കാണുവാന്നുണ്ടെങ്കിൽ മനസ്സിലാവണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട്. എന്നിട്ട് അവൻ ട്യൂ എടുത്തും ചോദിക്കുന്നുണ്ട് നിന്റെ ഔട്ട്ഫിറ്റ് ഏതാണ്, എനിക്കാന്നുണ്ടെങ്കിൽ പിക്ക് എടുത്തിട്ട് അയച്ചു തരാനേ. പക്ഷെ ഇവന്റെ അടുത്ത് നിന്ന് തിരിച്ച് റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. അന്നേരം ഇവന്റെ മൈൻഡിലാന്നുണ്ടെങ്കിൽ യൂറി നീ എന്തൊക്കെയോ എൻ്റെ അടുത്ത് നിന്ന് മറക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് മുമ്പിൽ അതാ നിൽക്കുന്നത് നമ്മുടെ വാലിവനെ കണ്ടപാടെ തന്നെ നീ ഇപ്പൊ എവിടേക്ക് പോകേണ്ടി പോകുന്നൊക്കെ ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ തിരിച്ച് അവന്റെ അടുത്ത് എന്ത് പറ്റിയെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. ഇവനാന്നുണ്ടെങ്കിൽ അങ്കിൾ ഡെമ്മിന്റെ റെസ്റ്റോറന്റ് തിരിച്ച് റീ ഓപ്പൺ ചെയ്യുന്നതൊക്കെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ റീ ഓപ്പൺ ചെയ്യുന്നോ, ഇവനാന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നുണ്ട്. ആ നിനക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഫുഡ് അവിടെയല്ലേ ഉള്ളത്, നമുക്ക് അവിടെ ഒരുമിച്ച് പോയി ചെന്ന് കഴിക്കാന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ആദ്യം ഒന്നും മടിക്കുന്നുണ്ട്, പിന്നെ ഇവനാന്നുണ്ടെങ്കിൽ നോ പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വാ നമുക്ക് പോയി ചെന്ന് ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അന്നേരം ഇവന്റെ മൈൻഡ് സ്റ്റോർ തന്നെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, എന്ത് കാര്യം ചോദിച്ചാലും ശരി തന്നെ എനിക്കന്നുണ്ടെങ്കിൽ ഒരിക്കലും നോ പറയാൻ വേണ്ടി സാധിക്കുന്നില്ല, അതെന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ രണ്ടുപേരും കൂടി റെസ്റ്റോറന്റിൽ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഗൈ ആസ്വദിച്ച് തന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനാന്നുണ്ടെങ്കിൽ അവന് വേണ്ടുന്ന ഫുഡൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് കൊടുക്കുകയാണ്. ഇവനാന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ വളരെയധികം ഹാപ്പി ആവുന്നുണ്ട്. അതൊക്കെ പോട്ടെ, നീ എങ്ങനെ ഈ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്ത് കണ്ടുപിടിച്ചെന്നൊക്കെ ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ഞാനല്ല കണ്ടുപിടിച്ചത്, ആദ്യം കണ്ടുപിടിച്ചത് നാമിയാണ്. നാമിയ ഈ റെസ്റ്റോറന്റിലേക്ക് വന്നത്. അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഉണ്ടെന്നൊക്കെ. ഇത് കേട്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ നമ്മുടെ പഴയ റെസ്റ്റോറന്റ് തന്നെ
ഞാൻ വിചാരിച്ചത് ഇത് പെർമനന്റ് ആയിട്ട് അങ്ങ് അടച്ചെന്നാണ്. പക്ഷേ ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ഞാൻ ഒട്ടും തന്നെ വിചാരിച്ചില്ല. അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നാമിക്ക് നിനക്ക് ഒരേ ഫുഡാണ് ഇഷ്ടം എന്നൊക്കെ പറയുമ്പോഴേ നമ്മളെ കഴിക്കാൻ നല്ല കഴിക്കാനുള്ള മൂഡ് തന്നെ അങ്ങ് പോവുകയാണ്. അപ്പോൾ തന്നെ ട്യൂവിൻ്റെ അടുത്ത് നിന്ന് മെസ്സേജ് വരുന്നുണ്ട്, നീ ഇത് എവിടെയാണ്, ഞാനിവിടെയാണെന്നുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴേ ഇവനാണെന്നുണ്ടെങ്കിൽ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നുണ്ട്, ഞാനിവിടെ അടുത്ത് തന്നെയുണ്ട്, ഞാനിപ്പോൾ തന്നെ വരാമെന്നൊക്കെ പറയാം. ഇത് കാണുമ്പോൾ നമ്മളെ വാലാന്നുണ്ടെങ്കിൽ അത് ആരാന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അതിന് നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ അതെൻ്റെ ഫ്രണ്ടാന്ന് പറയണേ. നിന്റെ ഫ്രണ്ടോ, നിന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഞാൻ മാത്രമല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ മൈൻഡിൽ നീ പറഞ്ഞത് കറക്റ്റാണ്, എനിക്ക് ഫ്രണ്ടായിട്ട് നീ മാത്രമേ ഉള്ളൂ, പക്ഷെ ഞാനിപ്പോൾ ഒന്ന് ആഗ്രഹിച്ചു പോവാണ്, ഞാനിപ്പോൾ കാണാൻ വേണ്ടി പോകുന്ന ആള് അയാൾ എൻ്റെ ഫ്രണ്ട് ആവണമെന്നൊക്കെ. ഇപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് അതെൻ്റെ ഫ്രണ്ടാണ്, ഞാനും ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത്, ഒരുപാട് ടൈം ലേറ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ട്. നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ ഗൈ ഗൈ എന്നൊക്കെ കിടന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇവനാന്നുണ്ടെങ്കിൽ ഓടുവാണ് കടന്ന്. അപ്പോഴത്തേക്കും ട്യൂ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരമായിട്ട് വന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. ഇവനാന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ 5 മിനിറ്റിനുള്ളിൽ ഇവിടേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗൈക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഗൈ ഒരു മെസ്സേജ് കണ്ടിട്ട് ഓടാൻ വേണ്ടി തുടങ്ങുകയാണ്. കൊണ്ടും തീർന്നതിന് ശേഷം രണ്ടുപേരും മീറ്റ് ചെയ്യാണ്. മീറ്റ് ചെയ്ത പാടെ തന്നെ ഇവനാന്നുണ്ടെങ്കിൽ യൂറി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ നീ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരാളാണെന്നൊക്കെ പറഞ്ഞ് ഇവൻ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ല, എന്നാലും ഓക്കെയാണ്, പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല, ഞാൻ ഗെയിമിൽ കാണുന്ന പോലെയല്ല, ഞാൻ അധികം ആരുടെ അടുത്ത് സംസാരിക്കാറൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ട്യൂ എന്നാണ്, നിന്റെ പേരെന്താണ്, നിന്റെ ആ ഗെയിമിലുള്ള പേര് തന്നെ വിളിക്കണമെന്നൊക്കെ ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ അത് വേണ്ട, എൻ്റെ പേര് ഗൈ എന്നാണെന്ന് പറയുന്നത്. എന്നാൽ പിന്നെ ഓക്കെ നമുക്ക് അകത്തേക്ക് പോകാം, ഞാനാന്നുണ്ടെങ്കിൽ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ട്യൂ കാണിക്കുമ്പോൾ നമ്മുടെ ഗൈയാന്നുണ്ടെങ്കിൽ, പക്ഷേ ഞാനാന്നുണ്ടെങ്കിൽ ആനുവൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് പറയാണ്. ഇവന് നോർമലി എപ്പോഴും ഇവിടേക്ക് വരുന്നില്ലേ, സോ അതിന് വേണ്ടിയിട്ട് 1 വർഷത്തേക്കുള്ള ടിക്കറ്റ് എടുത്ത് വെച്ചേക്കാണ്. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ ആ ഓക്കെ എന്ന് പറയാണ്. പക്ഷേ നമ്മുടെ ഗൈയേക്കാളും കഷ്ടമാണ് ഇവൻ്റെ അവസ്ഥ. ഇവനാന്നുണ്ടെങ്കിൽ റേഷൻ പോലെ സംസാരിക്കത്തുള്ളൂ, അല്ലാതെ ഒരുപാടൊന്നും സംസാരിക്കാറില്ല. അന്നേരം ഇവൻ്റെ മൈൻഡിലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവന് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഞാൻ ലേറ്റായിട്ട് വന്നുകൊണ്ടായിരിക്കും, അത് പോരാഞ്ഞിട്ട് ഒരു ടിക്കറ്റിൻ്റെ പൈസ എന്നുണ്ടെങ്കിൽ ഞാൻ വേസ്റ്റ് ആക്കില്ലേ, അതൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി നടന്നു വരുവാണ്. അന്നേരം നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ ഒന്നും സംസാരിക്കുന്നില്ല. ഇതൊക്കെ ആകുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഓക്കെ ഞാൻ തന്നെ ആദ്യമേ സംസാരിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം, അതൊക്കെ പോട്ടെ, നീ എന്തുകൊണ്ട് ആ ഒരു ഗെയിമിംഗ് ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ ഫീമെയിലിനെ വെച്ചേക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ആക്ച്വലി എൻ്റെ ജൂനിയറാണ് ആദ്യമേ ആ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്, അത് കണ്ടപ്പോൾ എനിക്ക് ഫണ്ണായിട്ട് ഫീൽ ചെയ്തു, എനിക്ക് ഒരു ഐഡി ക്രിയേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞ്, പക്ഷേ അവളാണെന്നുണ്ടെങ്കിൽ അവൾക്ക് പുതിയൊരു ഐഡി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു പഴയ ഐഡി എനിക്ക് തന്ന്, അത്രേ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഇവൻ പിന്നെ നടക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ഗൈഡ് അവസ്ഥ എന്ന് പറയുന്നത് കടിച്ചതിനേക്കാളും വലുതാണ് പോനത്തിലിരിക്കുന്നതെന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ ജെല്ലി ഫിഷിനെ നോക്കിയിട്ട് എനിക്ക് ജെല്ലി ഫിഷിനെ ഒരുപാട് ഇഷ്ടമാണ്, കാരണം എന്താണെന്നറിയോ, അതിനാന്നുണ്ടെങ്കിൽ ബ്രെയിനും ഹാർട്ടും ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി പറ്റുമെന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ ആണല്ലേ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ആ ഒരു ജെല്ലി ഫിഷിന്റെ ആ ഒരു ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ കൈ വെക്കുന്നുണ്ട്, അവന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ മുറിവുണ്ട്. നമ്മുടെ കൈയാന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് നോക്കുന്ന കണ്ടിട്ട് പെട്ടെന്ന് ഇവനാന്നുണ്ടെങ്കിൽ കൈ മാറ്റിയിട്ട് നീ എനിക്ക് എന്താ പേടി വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതിന് ഇവനാന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ കണ്ടിട്ട് പേടിയൊന്നുമില്ല, പക്ഷേ നമ്മൾ ഫസ്റ്റ് ടൈമല്ലേ മീറ്റ് ചെയ്യുന്നത്, അതിന്റെ ചെറിയ നെർവസ് ഉണ്ടെന്ന് പറയാണ്. ഇവനാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. കൈ ഇവന്റെ വാലയെ പിടിച്ച് തന്നെ പോകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും താഴെ മേളിൽ കൂടെയൊക്കെ മീൻ പോകുന്ന നോക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് രണ്ടുപേരെ കണ്ണ് തമ്മിൽ ഉടക്കുവാണ്. രണ്ടുപേരും ഇങ്ങനെ കണ്ണും കണ്ണും കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ട്യൂയ്ക്ക് ബോധം വന്നിട്ട് ട്യൂ അപ്പം തന്നെ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ ഇവന്റെ പുറകെ ചെന്നിട്ട് ട്യൂ ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് നിന്റെ കൈക്ക് ഇത് എന്താ പറ്റിയെന്ന് ചോദിക്കാണ്. അതിന് നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന കാണുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ പേടിച്ചിട്ടൊന്നും അല്ല ചോദിച്ചത്, നിനക്ക് എന്തായാലും എൻ്റെ അടുത്ത് പറയാനൊക്കെ പറയണേ. ഇതുമ്പോ ഇവനാന്നുണ്ടെങ്കിൽ നീ വിചാരിക്കും പോലെ ഒരാളല്ല ഞാൻ ഗെയിമിംഗ് വേൾഡിലുള്ള പോലെയുള്ള സ്വഭാവമല്ല എനിക്ക്, നേരിട്ട് ഒരാളെ മീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ആർക്കും അങ്ങനെ എൻജോയ് ചെയ്തിരിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയണേ. കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കഴിക്കാന്നുണ്ടെങ്കിൽ ഒരുമാതിരി ആവണ്. അവനാന്നുണ്ടെങ്കിൽ ഓൾറെഡി അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവനെ കൂട്ടിയിട്ട് വരാന്നുള്ള കാര്യം. ഇപ്പൊ ഇതൊക്കെ ആലോചിച്ചിട്ട് ഇവനാന്നുണ്ടെങ്കിൽ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിന്നെ കൊണ്ട് പറ്റുമെന്നൊക്കെ പറയുമ്പോഴേ ചോദിക്കുന്നുണ്ട്, നീ ഇത്രയധികം താല്പര്യപ്പെട്ട് എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. ഇതേക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഗെയിമിലുള്ള എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെയും കൂട്ടിയിട്ട് വരാന്ന്, നീ എൻ്റെ കൂടെ വരത്തില്ലേ, പ്ലീസ് നീ എൻ്റെ കൂടെ വരണം, നീ വരുമെന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെപ്പാടെ കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറയണേ. ഇതേക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ എന്തോ പറഞ്ഞോണ്ടിരിക്കുന്നത്, നീ എന്തോ പറഞ്ഞോണ്ടിരിക്കുന്നത്, പ്ലീസ് നീ എൻ്റെ കൂടെ വരുമോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചോണ്ടിരിക്കുകയാണ്. അതിന് നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് തന്നെ വിശക്കുന്നുണ്ട്, നീ ഇപ്പൊ വരുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവന്റെ പാട്ടിന് പോവാണ്. ഇവനാന്നുണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാലും ഇവന്റെ ഇഷ്ടത്തിന് മാത്രം ചെയ്യുന്നുള്ള രീതിക്ക് നിൽക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്നിരിക്കുമ്പോൾ നമ്മുടെ ഗൈ ട്യൂയെ മയക്കാൻ വേണ്ടിയിട്ട് നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ നിനക്ക് എന്താണോ ഇഷ്ടം അത് മതി എന്നൊക്കെ പറയാണ്. ഇതേക്കും ഇവനാന്നുണ്ടെങ്കിൽ ഇവന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, ഇപ്പൊ പറയുന്നത് എനിക്ക് വേണ്ടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിച്ചു കഴിക്കാൻ. ഇവനെ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, ഇവനെ കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ സോജു ഓർഡർ ചെയ്യുന്നുണ്ട്. അന്നേരം അടുത്തിരിക്കുന്ന നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് ഡ്രിങ്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുകയാണ്. ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ അത്രയൊന്നും യങ്ങല്ലല്ലോ, എന്നെ കൊണ്ട് കുടിക്കാനൊക്കെ പറ്റും, നിന്റെ കാര്യം എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഇവനും ഓക്കെ ആണെന്ന് പറയാണ്. അവിടെ ട്യൂ സോജു ഒഴിച്ചോണ്ടിരിക്കുമ്പോൾ നീ ഇപ്പോൾ ഒഴിച്ചു തന്നില്ലേ, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചിരാന്ന് പറഞ്ഞിട്ട് ഇവനും ഒഴിക്കുന്നുണ്ട്. അന്നേരം നമ്മൾ ട്യൂ സോജു എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്, നിന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഇവനെ കൊണ്ട് പറ്റുമെന്നുള്ള രീതിയിലാണ് സംസാരമൊക്കെ. അങ്ങനെ രണ്ടുപേരും കൂടി കുടിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ആണ്, മാറി തിരിഞ്ഞ് നന്നായിട്ട് തന്നെ കുടിക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നീ എന്തിനാ ഒഴിക്കുന്നത്, ഞാൻ നിനക്ക് ഒഴിച്ചുതരാന്നൊക്കെ
എന്നൊക്കെ പറഞ്ഞ ആളല്ലേ. അപ്പാന്നുണ്ടെങ്കിൽ നമ്മുടെ ട്യൂ എടുത്ത് പറയാം, നീ മാത്രം അത് ഒഴിച്ചു കുടിക്കുന്നത്, എനിക്കും കൂടി ഒഴിച്ചാ, ഞാൻ ഇപ്പോഴും ഓക്കെ ആണെന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ ഒരാൾ കുടിച്ചിട്ട് അയാൾ ഓക്കെ എന്ന് പറയാന്നുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും ഓക്കെ അല്ല എന്നൊക്കെ പറയുന്നത്. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ നീ എന്തുകൊണ്ടാണ് ഗെയിമിങ്ങിനകത്ത് ഭയങ്കര അഡോറബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ തെരഞ്ഞെടുത്തത്, നിനക്കാന്നുണ്ടെങ്കിൽ സപ്പോർട്ടിംഗ് ക്യാരക്ടറെ തെരഞ്ഞെടുത്തോണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴേ നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ സപ്പോർട്ടിംഗ് ക്യാരക്ടറിനെ തെരഞ്ഞെടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്കധികം ഫ്രണ്ട്സിനൊന്നും കിട്ടത്തില്ല, മെയിൻ ക്യാരക്ടർ ആകുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടുമെന്ന് പറയാണ്. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ ഇവന്റെ തോടത്തോടെ കൈയിട്ടിട്ട് നീ ആണെന്നുണ്ടെങ്കിൽ ഗെയിമിങ്ങിലുള്ള പോലെയല്ല, ഒരുപാട് മാറ്റമൊക്കെ ഉണ്ടെന്ന് പറയാണ്. അന്നേരം തന്നെ നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ ഒരു നോട്ടം നോക്കുന്നുണ്ട്. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ അയ്യോ സോറി, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാനാണെന്നുണ്ടെങ്കിൽ എന്റെ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നുണ്ടെന്ന്. ഇതും പറഞ്ഞിട്ട് ഇവൻ പിന്നെയും സംസാരിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. സത്യം പറയല, നീ ശരിക്കും ആ ഒരു ഗെയിമിങ്ങിലുള്ള പോലെയല്ല, ആദ്യമൊക്കെ നിന്നെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയെന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ നീ ശരിക്കും പേടിച്ചോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കണം. അതിന് ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പേടിച്ചെന്നല്ല പറയുന്നത്, ആദ്യം വിചാരിച്ചത് നീ അധികം ഒന്നും സംസാരിക്കത്തില്ല എന്നാണ്, എന്നെ നോക്കി ഞാനും അധികം ഒന്നും സംസാരിക്കാറില്ല, പക്ഷേ ഇപ്പം ഈ സോജു കാണുവാണോ അത് നീ കാണുമോ അതൊന്നും എനിക്കറിയത്തില്ല, ഇന്നത്തെ ദിവസം ഞാൻ ഒരുപാട് സംസാരിക്കുന്നുണ്ട്, നീയും എന്നെ പോലെ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നൊക്കെ പറഞ്ഞ് പാട് കുഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി ഇവന്റെ തോളത്തേക്ക് വന്ന് വീഴുകയും ചെയ്യുന്നുണ്ട്. തോളത്തേക്ക് വീണ പാടത്തിന് നമ്മളെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ ഗെയ്യെ ഒരുപാട് എഴുന്നേപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒരു തരത്തിലും പറ്റുന്നില്ല. ഫൈനലി ഇവനാണെന്നുണ്ടെങ്കിൽ അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോവാണ്. അവിടേക്ക് കൊണ്ടുവന്ന് കിടത്തിയ പാടെ തന്നെ ഇവനെ പുതപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരു തരത്തിൽ ഇവൻ പുതയ്ക്കുന്നില്ല. ഇവനാണെന്നുണ്ടെങ്കിൽ ബെഡ്ഷീറ്റ് എടുത്ത് കളഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇപ്രാവശ്യം പുതപ്പിക്കണമെന്നൊക്കെ കരുതിയിട്ട് ഇവന്റെ മീത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ ട്യൂയെ അങ്ങനെ എടുത്തങ്ങ് ഹഗ് ചെയ്ത് കിടക്കുവാണ്.